ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, എല്ലാവർക്കും അറിയാം, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹ് തന്നെ പഠിപ്പിച്ചതാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. തശ്ബീഹ് ഒന്നിനെ പറഞ്ഞുകൊണ്ട് അതുപോലെ അള്ളാഹിനോട് പറയലാണ്. തശ്ബീഹ് ഇവിടെ, അതായത് നീണ്ടുപോകുന്നുണ്ട്, ഞാൻ ചുരുക്കുമ്പോൾ എന്നെ വളർത്തിയതുപോലെ തശ്ബീഹാണ് ഇവിടെ. അതായത് മേക്കിംഗ് എൻ എക്സാമ്പിൾ, കമാ ലി തശ്ബീഹ്, അതുപോലെ റബ്ബയാനി, എന്നെ എൻ്റെ മാതാപിതാക്കൾ വളർത്തിയതുപോലെ നീ അവർക്ക് കാരുണ്യം ചെയ്യുന്നതാണ്. അപ്പോൾ മാതാപിതാക്കൾ മക്കളോട് കാണിച്ചത് അത്രയ്ക്ക് മഹത്വമായ ഒരു കാരുണ്യമാണ് അവരുടെ ജീവിതത്തിൽ കാണിച്ചതെന്നാണ് ദുആ ചെയ്യണമെന്ന് അള്ളാഹ് പഠിപ്പിച്ചത്. ഈ 60, 70, 80 വയസ്സായവനും സ്വന്തം മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ദുആ ചെയ്യൽ. ആ മാതാപിതാക്കൾ മരിച്ചു പോയാലും ഇങ്ങനെ തന്നെയാണ് ദുആ ചെയ്യൽ. അവർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ദുആ ചെയ്യൽ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഇവിടെ ഇന്ന് പറയാനുള്ള കാരണം, ബഹുമാനപ്പെട്ട ഷേഖ് നവാമിൻ്റെ അടുത്ത് കിതാബ് ഓതുന്ന കാലത്ത് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറഞ്ഞ ഒരു റിവായത്താണിത്. അത് ഈ മബ്സൂത്ത് എന്നുള്ള കിതാബിൽ, സർഖസി ഇമാമിൻ്റെ മബ്സൂത്ത് എന്നുള്ള കിതാബിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി സയ്യത്തുൽ ഖുലുഖ്, എൻ്റെ ഉമ്മ ഭയങ്കര ദുസ്വഭാവമാണ്, ഭയങ്കര പ്രയാസമാണ് നബിയെ എന്ന് പറയുകയുണ്ടായി. فرد عليه لم تكن سيئة الخلق حينما حملتك في بطنها 9 أشهر. 9 മാസം നിന്നെ ചുമക്കുമ്പോൾ അവളൊരു മോശമായ സ്വഭാവക്കാരിയായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്നും വീണ്ടും കുറേ കഴിഞ്ഞു വന്ന് പറഞ്ഞു, ഉമ്മ ഭയങ്കര പ്രയാസപ്പെടുത്തുന്നു, മോശമായ സ്വഭാവമാണെന്ന് പറഞ്ഞപ്പോൾ, അത് നിന്നെ പ്രസവിക്കുമ്പോഴും അവർ മോശമായ സ്വഭാവക്കാരിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. വന്നു വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൾ നിന്നെ പാല് തന്ന് വളർത്തുമ്പോഴും നീ ഒരു ചെറുപ്പക്കാരനാവുന്നത് വരെ അവൾ മോശമായ സ്വഭാവക്കാരിയായിരുന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ് ഈ റിവായത്ത്. ഇത് നമ്മൾ ശൈഖ് നവാമിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളതാണ്. ഉസ്താദന്മാരുടെ അടുത്ത് ഓതുമ്പോൾ അദബിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഇജാസത്ത് വാങ്ങിക്കും. കാരണം ഉസ്താദന്മാർ നമ്മൾ ഹദീദിൻ്റെ റിവായത്ത്, ഇപ്പോൾ ബുഖാരിയാണ് മുസ്ലിമാണെന്നൊക്കെ പറയും, ഖുറാനാണെന്ന് പറയും. ഇപ്പം ചില വിഷയങ്ങൾ ഉസ്താദന്മാർ ചായ കുടിക്കുന്നത് കണ്ടു, ഉസ്താദ് പറയുന്നത് കണ്ടു എന്നൊക്കെ പറയാൻ യഥാർത്ഥത്തിൽ അവരുടെ ഇജാസത്ത് വാങ്ങിക്കുക. അവരിൽ നിന്നും അവർ എഴുതി തരും, മജസ്തുലഹു അഞ്ഞർവിയാൻ നീ എന്നൊക്കെ എഴുതി തരും. അല്ലെങ്കിൽ അത് ഗീബത്തായി പോകും. പക്ഷേ നാം ഇത് പറയുമായിരുന്നു. മാത്രമല്ല, ഈ കിതാബിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത് അർത്ഥം കൊണ്ട് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു ഹദീസാണിത്. അവൾ ഇത്രയും കാലമൊന്നും അവൾ മോശക്കാരിയല്ലായിരുന്നു, ഇപ്പം നീ പ്രായമായപ്പോൾ ഇങ്ങനെ തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ പ്രായമാവുമ്പോൾ സൈക്കോളജിക്കലി അവിടെ ഒരു ഫ്രിക്ഷൻ മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ സംഭവിക്കാറുണ്ട്. മാതാപിതാക്കൾ പ്രായമാവുമ്പോൾ ചില സമയത്ത് രോഗം അവർക്ക് പിടിപെടുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ, ചില സമയത്ത് പഴയതുപോലെ അധ്വാനിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതുമ്പോൾ, ചില സമയത്ത് മക്കളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരുന്നുവല്ലോ എന്നൊക്കെ കരുതുമ്പോൾ സമയത്തൊക്കെ അവരുടെ ഭാഷ പലപ്പോഴും റഫായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് പ്രയാസം തോന്നും. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും മക്കളെക്കുറിച്ച് മനസ്സുകൊണ്ട് പോലും വേദനിക്കരുത്. കാരണം മാതാപിതാക്കൾ മനസ്സ് വേദനിക്കുമ്പോൾ ദുആ കബൂലാവും എന്നാണ് പറയുന്നത്. മനസ്സ് വേദനിക്കുമ്പോൾ തന്നെ കബൂലായി പോകും. രണ്ടാമത്തേത്, എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ മാതാപിതാക്കൾ ഇട്ടാൽ അവർക്ക് തന്നെ എടുക്കാൻ പറ്റാത്ത ഒന്നാണ് വാക്കുകൾ. വാക്കുകൾ മാതാപിതാക്കൾ പറഞ്ഞു പോയാൽ ആ വാക്ക് പിന്നെ സംഭവിക്കാതിരിക്കാൻ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ കഴിയുന്നതും വളരെ വളരെ സാമീപ്യം, വളരെ സമാധാനം പാലിക്കുക. മക്കളോട് പറയാനുള്ളത്, പ്രായമാകുമ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് ശരി. 9 മാസം എല്ലാ ത്യാഗങ്ങളും ചെയ്തവളല്ലേ അവൾ. പിന്നെ നൊന്ത് പ്രസവിക്കുമ്പോഴും ത്യാഗം ചെയ്തു. ഇപ്പം ഒരുപാണ്ടാണ് പ്രസവിക്കുന്നത്. നിനക്ക് പാല് തരുമ്പോഴും നീ ഒരു പ്രായമായ പുരുഷനാവുന്നത് വരെ അവൾ നല്ല സ്വഭാവക്കാരിയായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി
മക്കൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ വിഷയത്തിൽ തോറ്റു കൊടുക്കുക തന്നെ ചെയ്യണം. അത് മാത്രമാണ് ഇതുകൊണ്ട് പറയാനുള്ളത്. ഇത് സംഭവം കൊണ്ട് റിവായത്ത് കൊണ്ട് സഹീഹും ഫിൽ മാന എന്ന് പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ വിഷയത്തിൽ രണ്ട് കാര്യം: മാതാപിതാക്കൾ മക്കളെക്കുറിച്ചൊന്നും പറയാതിരിക്കുക. പറഞ്ഞാൽ നമ്മളിട്ടാൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും അങ്ങനെ നാം പറഞ്ഞു പോയാൽ അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞ് ദുആ ചെയ്യുക, എൻ്റെ മക്കളെ കാത്തുരക്ഷിക്കാൻ. മക്കളോട് പറയാനുള്ളത് മാതാപിതാക്കളുടെ വിഷയത്തിൽ തോറ്റുകൊടുക്കുക തന്നെ ചെയ്യുക. അത് തന്നെയാണ് അതിൻ്റെ പോംവഴി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.